VA ഫൈസ സംസ്ഥാന പ്രസിഡന്റാണ്. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ശ്രീമതി ഫൈസ, ഇപ്പോൾ ജസ്റ്റിൻ ഫ്രാൻസിസ് ലൈംഗിക പീഡന പരാതിയിലാണ് കോടതി കുറ്റക്കാരനാണ് എന്ന് വിധിച്ചത്. പക്ഷേ എന്നിട്ട് ഇപ്പോഴും അതേ ജോലിയിൽ തന്നെ, സർവീസിൽ തന്നെ തുടരുകയാണ് ജസ്റ്റിൻ ഫ്രാൻസിസ് ചെയ്യുന്നത്. ഒരു നടപടിയും ഇതുവരെ ജസ്റ്റിൻ ഫ്രാൻസിസിനെതിരെ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിലാരാണ് ഉത്തരവാദി? ഹലോ, മാം കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. യെസ്, ജസ്റ്റിൻ ഫ്രാൻസിസിനെതിരെ നടപടിയെടുക്കാത്തതിന് പിന്നിലെ കാരണം എന്തായിരിക്കും? ആരാണ് ഈ കുറ്റവാളിയെ സംരക്ഷിക്കുന്നത്? ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇദ്ദേഹം ജോസ്റ്റിൻ ഫ്രാൻസിസ് എന്ന് പറയുന്ന ആള് ഒരു മനോരോഗ വിദഗ്ധന്, ഒരു ഡോക്ടറാണ്. അദ്ദേഹം രോഗികളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാൻ സാഹചര്യമുള്ള ഒരു പ്രൊഫഷണലാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പ്രൊഫഷണലുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകൾ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ലൈംഗികാതിക്രമണം, പെൺകുട്ടികളുടെ നേരെയുള്ള ലൈംഗികാതിക്രമണം, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ ഭാഗത്തു നിന്നും വളരെ ജാഗ്രത ഉണ്ടാകണമെന്നാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഈ വിഷയത്തില് ഇയാൾക്ക് നേരെ ചുമത്തിയിട്ടുള്ളത് 354A ആണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇതില് ശിക്ഷ വിധിക്കുമ്പോൾ പരമാവധി ശിക്ഷ ലഭിക്കുന്ന ഒരു വിധിയായിരിക്കണം ഇതിൽ വിധിക്കേണ്ടത്. കാരണം ഇപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഇവിടെ ജാമ്യം കിട്ടാകുന്ന, അതുപോലെ സർവീസിൽ നിന്നും വിരമിക്കേണ്ടതില്ലാത്ത, മാറ്റപ്പെടേണ്ടതില്ലാത്ത ഒരു ശിക്ഷയാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് ആണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എളുപ്പത്തിൽ ഇതില് നിങ്ങൾ പറഞ്ഞു വരുന്നത് കോടതി വിധി പോലും അയാൾക്ക് അനുകൂലമായ രീതിയിലായിരുന്നു എന്നാണോ? കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരം ജാഗ്രത ഉണ്ടാകേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും, അതുപോലെ നമ്മൾ ഇന്ന് കേരളത്തില് വിവിധ വിഷയങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇത്തരം പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം വരെ ഉണ്ട് എന്നതാണ്. അപ്പൊ അത്തരം രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും നിയമ സംവിധാനങ്ങളിൽ കൈകാര്യം ചെയ്യുന്നവരും ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത കൈക്കൊള്ളണം. ഇത്തരം പ്രതികൾക്ക് വലിയ ശിക്ഷ നൽകുകയും അതവർക്ക് അനുഭവിപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ ഇവിടെ സ്ത്രീകൾക്ക് അങ്ങനെയൊരു ജാഗ്രതയും ഇടപെടലും ഇവിടെ തുടക്കം മുതൽ, ഈ പരാതി ഉയർന്നു വന്നപ്പോൾ മുതൽ അന്വേഷണത്തിലായാലും ഈ കേസ് അത് കോടതിയിൽ തെളിയിക്കുന്നതിലായാലും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ജാഗ്രത ഉണ്ടായിട്ടില്ല എന്നാണോ താങ്കൾ കരുതുന്നത്? അങ്ങനെ ഒരു ജാഗ്രത ഉണ്ടായിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അയാൾക്ക് 1 വർഷത്തെ തടവാണല്ലോ ലഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, വിധി വന്നതിന് ശേഷവും അയാൾ സർവീസിൽ തുടരുന്നു. വീണ്ടും പെൺകുട്ടികളുടെ ക്യാമ്പിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ വലിയ വീഴ്ചയല്ലേ? യെസ്, ഇങ്ങനെയൊരു സംഭവം യഥാർത്ഥത്തിൽ ഇത് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതല്ലേ? മന്ത്രിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇക്കാര്യം? തീർച്ചയായും ഇത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ഇതിന് ആദ്യം മുതൽ ഈ കുടുംബത്തോടൊപ്പമുണ്ട്, അവരുടെ നിയമ പോരാട്ടത്തോടൊപ്പമുണ്ട്. ഇനി തുടർച്ചയായും ഈ വിഷയം ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന രൂപത്തിൽ, വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന രൂപത്തിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ശക്തമായ സമര പോരാട്ടങ്ങൾ അവിടെ നടത്തുന്നതായിരിക്കും. ഞങ്ങളുടെ ഇടപെടൽ ഉണ്ടായിരിക്കും. യെസ്, വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് VA ഫൈസയാണ് ഇപ്പോൾ പ്രതികരിച്ചത്.